കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് DV ആക്ട് 2005 സെക്ഷൻ 9 എന്ന് പറയുന്ന ഒരു പോർഷനെ കുറിച്ചിട്ടാണ്. സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാർക്കും സത്യസന്ധരായിട്ടുള്ള സ്ത്രീകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വകുപ്പാണ്, ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ സെക്ഷൻ 9 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളും പ്രവർത്തനങ്ങളും എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. അതെന്താണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും രണ്ട് ഇതാണ് വരുന്നത്. 1, 2 എന്ന് പറയുന്ന പോയിന്റ്. അതിൽ 1 തന്നെ ഉപവകുപ്പുകളും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 A എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 1A പറയണത് മജിസ്ട്രേറ്റിനെ ഈ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനെ സഹായിക്കുക. അതായത് DV ആക്ട് 2005 പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് സെക്ഷൻ 1A എന്ന് പറയുന്നതിൻ്റെ പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് 1B എന്താണെന്നുള്ളത് നോക്കാം. 1Bയിൽ പറയണത് ഗാർഹിക പീഡന പരാതി ലഭിച്ചാൽ നിർദ്ദേശിക്കാവുന്ന രൂപത്തിലും വിധത്തിലും മജിസ്ട്രേറ്റിനെ ഒരു ഗാർഹിക സംഭവ റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ പകർപ്പുകൾ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കൈമാറുകയും ചെയ്യുക. ആരുടെ അധികാര പരിധിയിൽ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പരിധികളും ആ മേഖലയിലെ സേവനദാതാക്കളും എന്ന് പറയുകയാണെങ്കിൽ ഇത് സത്യസന്ധരായിട്ടുള്ള സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു പോയിൻ്റാണ്. എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗാർഹിക പീഡനം ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നോ ഭർത്താക്കന്മാരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ കാണുകയും എന്നിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഇദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ഫോം ചെയ്യും, ഒരു ഗാർഹിക സംഭവ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഗാർഹിക സംഭവ റിപ്പോർട്ടിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണത് ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് എന്നാണ് പറയുക, DIR. ഈ DIR ആണ് നമ്മുടെ ഈ കേസിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള തെളിവായിട്ട് കോടതിയിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കാം. എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ ഉടൻ തന്നെ ഒരു ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കേസിൻ്റെ വിജയത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച ഒരു തെളിവുമായിട്ട് ഈ DIR നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് സ്ത്രീകൾക്കുള്ള ഗുണം എന്ന് പറയുന്നത്. പുരുഷന്മാർക്കുള്ള ഗുണം എന്താണ്? ഒരു സ്ത്രീ ഒരു DV പ്രകാരം ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് പോയിട്ട് അവരൊരു DIR റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാം. DIR റിപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും സംശയത്തിൻ്റെ നിഴൽ വരികയും പുരുഷന്മാർക്കെതിരെയുള്ള പരാതി വ്യാജമാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് DIR എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിൽ 1C എന്താണെന്നുള്ളത് നോക്കാം. 1C എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് നിർദ്ദേശിച്ചേക്കാവുന്ന ഫോമിലും വിധത്തിലും ഒരു സംരക്ഷണ ഉത്തരവ് പുറപ്പെടുപ്പിക്കുന്നതിന് ഇളവ് അവകാശപ്പെടാൻ ദുരിത ബാധിതനായ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ, അതായത് ഒരു സംരക്ഷണ ഉത്തരവ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതൊരു പ്രൊട്ടക്ഷൻ ഓർഡർ ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുപ്പിക്കുവാനായിട്ട് ഉള്ള എല്ലാവിധ സഹായങ്ങളും ഈ പീഡിതയായ വ്യക്തിക്ക്, പെൺകുട്ടിക്ക് നൽകുവാനായിട്ട് മജിസ്ട്രേറ്റിനടുത്ത് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്, ഈ പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കടമയാണ്. ഇതാണ് അതിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത്. കേട്ടില്ലേ?
ഇനി നമുക്കതിൽ ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ പൈസ ഉള്ളവരാകണം എന്ന് ഒരു തരത്തിലുള്ള നിബന്ധനകളും ഇല്ല അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് വേണം? 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് 1987 സെക്ഷൻ 39 പ്രകാരം അവർക്ക് എന്ത് സംഭവനം? ഒരു സൗജന്യമായിട്ടുള്ള നിയമ സഹായം നൽകുവാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, എന്ന് പറയുകയാണെങ്കിൽ 1987 ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട്, അതായത് 1987 39 പ്രകാരം പരാതിപ്പെട്ട വ്യക്തിക്ക് നിയമസഹായം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പരാതി നൽകേണ്ട നിർദ്ദിഷ്ട ഫോറം സൗജന്യമായി ലഭ്യമാക്കുകയും ചെയ്യുന്നു. അതായത് പരാതി കൊടുക്കുവാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഫോറം വേണമല്ലേ. ആ ഫോറം എന്ന് പറയുന്നത് സൗജന്യമായി നൽകുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ഇനി 1E നോക്കാം. 1E എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രാദേശിക പ്രദേശത്ത് നിയമസഹായം അല്ലെങ്കിൽ കൗൺസിലിംഗ്, ഷെൽട്ടർ ഹോമുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ നൽകുന്ന എല്ലാ സേവനദാതാക്കളുടെയും ഒരു ലിസ്റ്റ് കരുതുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അവൾക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു വീട്, അല്ലെങ്കിൽ മാനസികമായിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ്, അതുപോലെ തന്നെ മരുന്ന് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നൽകാൻ തയ്യാറായിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ആര് തയ്യാറാക്കി വെക്കണം? ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ വെക്കണം. എന്ന് പറയുകയാണെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് ഒരുപോലെ യൂസ് ചെയ്യാം. എന്നാണ്, ഒരു പെണ്ണിന് ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ കണ്ടിട്ട് അവൾക്കൊരു ഷെൽട്ടറിനോ അല്ലെങ്കിൽ മരുന്നിനോ കൗൺസിലിങ്ങിനോ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീനെ പുറത്താക്കിയ ഷെൽട്ടർ കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ കോടതിയിൽ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ അവൾക്ക് താമസിക്കുവാനായിട്ട് സൗകര്യമില്ലാന്നോ കോടതിയിൽ ഒരു കള്ളം പറയുകയാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1E പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഈ വൈഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പോയിന്റ്. ഇനി 1F എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു സുരക്ഷിത ഷെൽട്ടർ ഹോം ലഭ്യമാക്കുന്നതിന് ദുരിതബാധിതനായ വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ ദുരിതബാധിതനെ ഒരു ഷെൽട്ടർ ഹോമിൽ പാർപ്പിച്ചതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് പോലീസ് സ്റ്റേഷനിലേക്കും ഷെൽട്ടർ ഹോം ഉള്ള പ്രദേശത്ത് അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിനും കൈമാറാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ഒരു സ്ത്രീനെ പുറത്താക്കി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലേക്കല്ല പോകേണ്ടത്. പകരം എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷൻ ഓഫീസറെ കണ്ടതിന് ശേഷം ഒരു ഷെൽട്ടർ ഹോം ആവശ്യപ്പെടുക. ഷെൽട്ടർ ഹോം കിട്ടിയതിന് ശേഷം ഷെൽട്ടർ ഹോം നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് എന്നുണ്ടെങ്കിലാണ് നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ജീല് പറയുന്നത് ദേഹോപദ്രവം ഏറ്റുവാങ്ങിയ വ്യക്തിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനും മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിലേക്ക് ഗാർഹിക പീഡനം നടന്നതായി ആരോപിക്കപ്പെടുന്ന പ്രദേശത്തെ അധികാരപരിധിയുള്ള പോലീസ് സ്റ്റേഷനിലേക്കും മജിസ്ട്രേറ്റിലേക്കും കൈമാറണം. അപ്പോൾ ദേഹോപദ്രവം നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. പ്രൊട്ടക്ഷൻ ഓഫീസറെ കണ്ടതിന് ശേഷം എന്ത് സംഭവിക്കണം? ഒരു മെഡിക്കൽ പരിശോധന നടത്തണം, അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കരസ്ഥമാക്കണം, അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറണം. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഗുണം. ഒരു പെണ്ണ് നുണ പറയുകയാണെങ്കിൽ നമുക്ക് 1G പ്രകാരം ഇങ്ങനൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നല്ല ആനുകൂല്യം ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? മെഡിക്കൽ റിപ്പോർട്ട് നടത്തി എന്നുള്ളതിൻ്റെ തെളിവ് കോടതിയിൽ നമ്മൾ ഹാജരാക്കണം. കിട്ടിയില്ലേ? ഇനി 1H പറഞ്ഞ് നോക്കാം. 1973 1974 2 ക്രിമിനൽ നടപടി ചട്ടത്തിന് കീഴിൽ നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് വകുപ്പ് 20 കീഴിലുള്ള പണ ആശ്വാസത്തിനുള്ള ഉത്തരവ് പാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. പണ ആശ്വാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള പണത്തിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടാൽ മതി എന്നാണ് പറയണത്. പിന്നെ 1I പറയണത് നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റ് ചുമതലകൾ നിർവഹിക്കുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് 1H വരെയാണുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർ മജിസ്ട്രേറ്റിൻ്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും. കൂടാതെ മജിസ്ട്രേറ്റും സർക്കാരും ഈ നിയമം മുഖേനയോ അതിന് കീഴിലോ ചുമത്തിയ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യും.
സിമ്പിളായിട്ടുള്ള ഒരു പോയിൻ്റാണ്, അതത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 1H വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1G എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. 1C 1D എല്ലാം നമുക്കിവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.